ടീസറിൽ ബോഡി വെക്കാനുള്ള റിക്വസ്റ്റ് ആയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MLA കൂടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് നമ്മുടെ ജൂനിയർ ഡോക്ടറിനോട് റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മുടെ ഡോക്ടർ അതിന് ഡോക്ടറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പോലീസിൻ്റെ NOC, അതായത് പോലീസ് സ്റ്റേഷൻ്റെ NOC സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അപ്പോൾ മെമ്പറിൻ്റെ എഴുത്ത് മാത്രം മതി ബോഡി ഫ്രീസറിൽ വയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഇടയ്ക്ക് തർക്കം ഉണ്ടായി. ഇതിന് ശേഷം ആ ഡോക്ടർക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടായി. അതിനുശേഷം ഗ്രൂപ്പിൽ ഡോക്ടർ ഇങ്ങനെ ഇട്ടപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് മാറിയോണ്ട് ഇനി റൂൾസ് മാറിയോ എന്ന് അറിയാനായിട്ട് ഞാൻ സീനിയർ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോസ്ന എല്ലാ ഗ്രൂപ്പുകളിലും ഞാൻ അന്വേഷിച്ചു. ഡോക്ടേഴ്സ് ഞാൻ 5-6 ദിവസം കോടതിയിൽ കയറി ഇറങ്ങുന്ന ആ മാസത്തിൽ. ദിസ് ഇസ് മൈ 12th year of CMO ആസ് ഇൻ ഹെൽത്ത് സർവീസ്. എന്നിട്ട് ഞാൻ ഡോക്ടേഴ്സ്, ജുഡീഷ്യറി, പോലീസ്, വേറെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, എറണാകുളം ജില്ല അല്ലാത്ത ജില്ലകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഒക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അവരെല്ലാവരും പറയുന്നത് ഇവരെല്ലാവരും ഈ പ്രോട്ടോകോൾസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി എടുത്ത് നിൽക്കുന്ന ഡോക്ടറാണ് ഈ പ്രതിഷേധത്തിന്. എന്നിട്ട് ഇന്നലെ രാത്രി എനിക്കൊരു ബ്രോഡ് ഡെഡ് കേസ് ഉണ്ടായിരുന്നു. അത് സാൻജോലി ട്രീറ്റ്മെൻറ്റ്, ഞാൻ പേര് തന്നെ പറയുന്നു, സാൻജോലി ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവിടെ ബ്രോഡ് ഡെഡ് വന്ന കേസിന് അവരും ഈ നിയമം തന്നെ ഫോളോ ചെയ്തു. ആ ബൈസ്റ്റാൻഡറാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്, അല്ലാതെ ഞാൻ ഒരു വഴി ഈ കാര്യങ്ങൾ അറിയില്ല. ആ ബൈസ്റ്റാൻഡർ എന്നോട് പറഞ്ഞു അവരുടെ പോലീസ് സ്റ്റേഷൻ മൂവാറ്റുപുഴയായിരുന്നു. എന്നിട്ട് അവർ മൂവാറ്റുപുഴയിൽ പോയി അവിടുത്തെ പോലീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കടലാസ് കാണിച്ച് NOC സർട്ടിഫിക്കറ്റ് മേടിച്ച് ആ ബോഡി ഇങ്ങോട്ട് മേ ബി ബിക്കോസ് ഓഫ് ദ പ്രൈസ് ഓർ ഫ്രീസർ റേറ്റ് അവർ ഇവിടെ പെരുമ്പാവൂർ ഫ്രീസറിൽ ഇത് വെക്കാനുള്ള റിക്വസ്റ്റ് പോലീസിൻ്റെ അടുത്തുനിന്ന് മേടിച്ച് സാൻജോയിന്ന് ബോഡി കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് എല്ലാ രേഖകളും മൂലം വച്ചു. നമുക്ക് കാഷ്വാലിറ്റിയിൽ രാത്രി 1:30 മണിക്ക് 2:30 മണിക്ക് വീട്ടിൽ മരിച്ച ആൾക്കാരെ എങ്ങനെയാണ് മരിച്ചതെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ഡ്യൂട്ടി എടുക്കുന്ന ഡോക്ടർ. ഞാൻ പനമ്പള്ളി നഗറിൽ നിന്ന് 2023 ഇവിടെ വന്നു. 40 കിലോമീറ്റർ എന്നും ട്രാവൽ ചെയ്ത് ഡ്യൂട്ടി എടുക്കാൻ വരുന്ന ഡോക്ടറാണ് ഞാൻ 2-3 ദിവസം നൈറ്റ് എടുക്കുന്നു. ഇവിടെ 2 CMO പോസ്റ്റ് വേക്കൻ്റ് ഉണ്ട്. ഇവിടെ ഫോറൻസിക് സർജൻ, എത്രയും പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റലിൽ ഫോറൻസിക് സർജൻ്റെ പോസ്റ്റ് ഇല്ല. ജനറൽ OPയിൽ രാവിലെ പനി ഛർദിക്കാരെ നോക്കുന്ന ഡോക്ടറാണ് ഇവിടെ പോയി ഇടയ്ക്ക് പോലീസിൻ്റെ ഇൻക്വസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ പോയി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഈ എല്ലാ മേഖലകളിലും ഇവിടെ നോക്കിയാൽ ഡെഫിഷ്യൻസീസും പോസ്റ്റ് കുറവും ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ കാഷ്വാലിറ്റിയിൽ ഒരു ഡോക്ടർ PSC ഇതിൽ വന്നിട്ട് അസുഖം മൂലം റിസൈൻ ചെയ്തു പോയി, ജൂനിയർ ഡോക്ടർ. ആ പോസ്റ്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പം more than 6 months ആയി അല്ലേ. ഒരു പുതിയ CMO വന്നിട്ടില്ല. ഇപ്പോഴത്തെ ജനറൽ ട്രാൻസ്ഫറിന്റെ റൂള് വന്നു 2026 ആലുവയിലേക്ക് ആലുവ ജനറൽ ഹോസ്പിറ്റൽ DHലേക്ക് ഇവിടുത്തെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിനെ അങ്ങോട്ട് ഇട്ടു റിക്വസ്റ്റ് പ്രകാരം. പകരം ഇങ്ങോട്ട് ഒരു ഡോക്ടറിനെ ഇട്ടിട്ടില്ല. 2 CMO വെച്ച് നടത്തുന്ന 24 മണിക്കൂർ കാഷ്വാലിറ്റി എടുക്കുന്ന ഹോസ്പിറ്റലാണിത്. അപ്പോൾ ഇവിടെ ഡോക്ടർമാർക്ക് ജോലി എടുക്കാൻ താല്പര്യമില്ല. ഇവിടുത്തെ ജനം ഇത് അറിയണം. എന്തുകൊണ്ട് താല്പര്യമില്ല? ഈ ഡ്യൂട്ടിയിലുള്ള ബുദ്ധിമുട്ട് കാരണം. ഫിസിഷ്യനും ഇല്ല ഇവിടെ. 2 നല്ല ഡോക്ടർമാരുണ്ടായിരുന്നു, 2 പേരെ ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ ഒരു ജൂനിയർ ഡോക്ടറായിട്ട് വന്നേക്കുന്ന ഡോക്ടർ മിക്കവരുടെ വീടും ദൂരെയാണ്. തിരുവനന്തപുരത്താണ് മിക്കവരുടെ വീടും. എൻ്റെ വീട് പനമ്പള്ളി നഗറിൽ നിന്ന്. ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ 84 വയസ്സായ ഫാദറിൻലോയും 76 വയസ്സായ മദറിൻലോയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എൻ്റെ മോള് 10 വയസ്സായ മോളെ ഏൽപ്പിച്ചിട്ടാണ് ഈ ഡ്യൂട്ടിക്ക് വരുന്നത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ആരും മനസ്സിലാക്കുന്നില്ല. രാത്രി ഇവരിങ്ങനെ വന്ന് ഇങ്ങനെ പൊളിറ്റിക്കലി നമ്മളെ ഹരാസ് ചെയ്താലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും നമുക്ക് ഇതിൻ്റെ പിന്നാലെ കടലാസ് മേടിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ഫ്രീസർ റിക്വസ്റ്റിൽ ബോഡി വെക്കാനാണെങ്കിൽ ഇത് ഓഫീസ് വഴി പോട്ടെ, ഡോക്ടർ അതിന് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഈ ജൂനിയർ ഡോക്ടേഴ്സ് നമ്മൾ കെഞ്ചി കരഞ്ഞ്, ഈ കൊച്ച് സജന നമ്മൾ പറഞ്ഞ് ഇവിടെ NHMൽ 3-4 മാസങ്ങൾ ദൂരം പറഞ്ഞ് വന്ന ഡോക്ടറാണ്. എന്നിട്ട് ആ ഡോക്ടറിന് എന്തോരം മാനസിക സന്തോഷം ഉണ്ടായി. നമ്മളൊരു പുതിയ ഡോക്ടറിനോട് വരുമ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഡ്യൂട്ടി എടുക്കാൻ പറയും. ഇനി ബാക്കി ഞാൻ സജന വിളിക്കണം. 2026 ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഡ്യൂട്ടി എടുക്കുകയും ഡ്യൂട്ടിയിൽ ഇരിക്കവേ MLA വന്ന് ഒരു ഡെഡ് ബോഡി ഫ്രീസറിൽ വെക്കണം, മെമ്പറിൻ്റെ ഡെഡ് ബോഡി ഫ്രീസറിൽ വെക്കണം, മെമ്പറിൻ്റെ ലെറ്റർ ഉണ്ട് പറഞ്ഞത് ചെയ്തു.
തുടർന്ന് ഞാൻ പ്രോട്ടോക്കോളുകളെല്ലാം അദ്ദേഹത്തോട് വ്യക്തമാക്കിയതാണ്. വീട്ടിൽ സ്വാഭാവിക മരണമായിട്ട് വരണ ഡെഡ് ബോഡിക്ക് നമ്മൾ പോലീസിൻ്റെ NOC വേണമെന്നും അല്ലാത്ത പക്ഷം ഞാൻ ഡെത്ത് സർട്ടിഫൈ ചെയ്ത് പോലീസിന് ഇൻറ്റിമേഷൻ നൽകുമെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇത് രണ്ടും MLA കേൾക്കാൻ തയ്യാറാവാതെ എന്നോട് നിർബന്ധിതയായി മെമ്പറിൻ്റെ ലെറ്റർ കൊണ്ട് മാത്രം ഫ്രീസറിലേക്ക് വെക്കണമെന്ന് നിർബന്ധിച്ചു. തുടർന്ന് ഞാൻ ഇവിടുത്തെ ഹയർ അതോറിറ്റീസ് RMO സൂപ്രണ്ട് ഇവരൊക്കെ അറിയിച്ചതായിരുന്നു. അവരെല്ലാം ഫോൺ കോളിന് ശേഷം എന്നോട് MLA എന്താണ് പറയണത് അതുപോലെ തന്നെ ചെയ്യാനാണ് പറഞ്ഞത്. എന്താണ് ഫ്രീസറിലേക്ക് ബോഡി വയ്ക്കാൻ തന്നെയാണ് പറഞ്ഞത്, ഇൻറ്റിമേഷൻ വിടാതെ. അന്ന് എനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ ഇന്നും മാറിയിട്ടില്ല. ഇന്ന് ഒരാഴ്ച കഴിയാഞ്ഞ് ഇന്ന് ഞാൻ ഡ്യൂട്ടി എടുക്കുന്നത് ഇവിടുത്തെ ഡോക്ടേഴ്സ് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. എനിക്ക് ഇന്നും യാതൊരുവിധ ആത്മാർത്ഥതയോടുകൂടി അതിനുശേഷം ജോലിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. എന്നോട് മര്യാദയോടുകൂടി ഗവൺമെൻറ്റിന് സമീപിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ മുന്നേയും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടും ഫ്രീസറിന് വേണ്ടി അടി ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഫ്രീസറിൻ്റെ ഉത്തരവാദിത്വം പോലീസിനാണെന്ന് പറഞ്ഞിട്ടും പോലീസ് ഇതിന് NOC കൊടുക്കാനോ അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ തയ്യാറായിട്ടില്ല. ഈ ഡോക്ടർ ഹയർ അതോറിറ്റീസ് പറഞ്ഞു ഇവിടെ വെച്ചോളാൻ പറഞ്ഞു, അതുകൊണ്ടാണല്ലോ വെച്ചത്. അങ്ങനെയല്ലേ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞേ? ഹയർ അതോറിറ്റീസ് വെറുതെ അല്ല പറഞ്ഞത്, അല്ല അവർ പറഞ്ഞു. ഹയർ അതോറിറ്റീസിനോട് MLA സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ വെച്ചത്. ആയിക്കോട്ടെ, അപ്പോൾ പിന്നെ നമുക്ക് പ്രൊട്ടസ്റ്റിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ ഹയർ അതോറിറ്റീസ് പറഞ്ഞിട്ടല്ലേ നിങ്ങളത് വെച്ചേക്കണേ? അല്ലല്ല, ഹയർ അതോറിറ്റീസ് ഇൻഫ്ലുവൻസ്ഡ് ആയതാണ്. MLA വന്ന് പറയുമ്പോൾ ഇവിടെ അന്ന് എത്രത്തോളം തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാഷ്വാലിറ്റിയിൽ എന്താണ് തിരക്കെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. MLAയുടെ കൂടെ ഉള്ളവർ വരുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇനി മുന്നേ ഉണ്ടായിരുന്ന സമയത്ത് വേറൊരു ഡോക്ടറുടെ സമയത്ത് രാത്രി ഇതുപോലെ തന്നെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അന്ന് രാത്രി മോർച്ചറി നമ്മുടെ ബാക്കിലാണ്, അവിടെ ഒരുപാട് വെളിച്ചമൊന്നുമില്ല. ആ സ്ഥലത്താണ് പേഷ്യൻ്റ് ഡെഡ് ബോഡി കൊണ്ടിറക്കുന്നത്, കാഷ്വാലിറ്റിയിലേക്കല്ല. അവിടെ പോയാണ് നമ്മൾ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത്. ഇത്രയൊക്കെ ഒരു MLA വന്നിട്ട് പോലും കാഷ്വാലിറ്റിയിലേക്ക് ബോഡീനെ അന്ന് കൊണ്ടുവന്നിട്ടില്ല. ഞാനും ആ മോർച്ചറിയുടെ അവിടെ പോയാണ് ഡെത്ത് നോക്കിയത്, പേഷ്യൻ്റ് ഡെത്ത് സർട്ടിഫൈ ചെയ്തത്. ഈ മന്ത്രിതലത്തിലോ അങ്ങനെ ഏതെങ്കിലും തലത്തിൽ അറിയിച്ചിട്ടുണ്ടോ? നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിലെ ഏറ്റവും ഉന്നത തലങ്ങളിലോ അല്ലെങ്കിൽ മന്ത്രി തലങ്ങളിലോ വല്ല പരാതിയോ അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. വൈസ് സൂപ്രണ്ട് നമ്മൾ DMO കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളാണ് കംപ്ലൈന്റ് കൊടുത്തത്? നിങ്ങൾ ഡോക്ടേഴ്സാണല്ലോ. അതെ, നിങ്ങൾ ശരിക്കും MLAക്ക് എതിരായിട്ടാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ ആരുടെ എതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്? നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നത് MLAക്കും MLAയുടെ എഗെയിൻസ്റ്റ് പ്രോട്ടോകോൾ സംസാരിച്ച ആ രീതിയോട് MLA നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതിനാണ് പരാതി കൊടുക്കാൻ പോകുന്നത്. ആശുപത്രിയിൽ ഒരു ഹാർട്ട് അറ്റാക്കുമായി നെഞ്ചുവേദനയുമായി വന്ന ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചൊരു കാര്യം, അതൊരുപാട് വിവാദങ്ങൾക്ക് വഴിതെളിച്ചൊരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനപരമായി നോക്കിയാൽ നമുക്കറിയാം, ഇന്ന് അത്യാഹിത വിഭാഗം എന്ന് പറയുന്നത് പേരിൽ മാത്രമാണ്. ഓരോ അത്യാഹിത വിഭാഗത്തിലും ഇന്ന് ഒരു നീണ്ട ക്യൂ ആണ് നമുക്ക് കാണുന്നത്. കാരണം ആഴ്ചകൾ ദിവസങ്ങൾ നീളുന്ന പനി, ചുമ, ജലദോഷം അങ്ങനെയുള്ള എമർജൻസി അല്ലാത്ത OP കേസുകളാണ് കാഷ്വാലിറ്റിയിൽ ഇത്രയധികം നിലനിൽക്കുന്നത്. അതിൽ ആർക്കാണ് നെഞ്ചുവേദന, ആർക്കാണ് ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ ഒരു ഡ്യൂട്ടിയിലുള്ള സിസ്റ്റർക്കോ ഡോക്ടർക്കോ തീരുമാനിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇന്നലെ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചു. അദ്ദേഹത്തിന് ആ ട്രീറ്റ്മെൻറ്റിന് മുമ്പ് കിട്ടിയെങ്കിലും നേരത്തെ തന്നെ ആ ട്രീറ്റ്മെൻറ്റ് കിട്ടേണ്ടതായിരുന്നു. അതിന് ഒന്നാമത്തെ കാരണം ഈ പറഞ്ഞ പോലെ OP കേസുകൾ, നിരവധി OP കേസുകൾ. നിങ്ങളെല്ലാവരും ഈ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി വന്നറിയാം, ഉച്ചതിരിഞ്ഞ് രാത്രിയിലും കാഷ്വാലിറ്റിയിൽ ഒരു നീണ്ട നിരയാണ്. ആ നീണ്ട നിര മുഴുവൻ അത്യാഹിതമാണോ എന്ന് വെച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. ചൊറിയും ചിരങ്ങും ജലദോഷം അടക്കമുള്ള ആളുകൾ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്നത് ഏറ്റവും അടിയന്തരമായി പ്രയോറിറ്റൈസ് ചെയ്ത് ചികിത്സ കൊടുക്കേണ്ട, ജീവൻ രക്ഷിക്കേണ്ട രോഗികളുടെയാണ്. ഇവിടെ ഒരു ട്രയാജ് സിസ്റ്റം, നമുക്കറിയാം ട്രയാജ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണലി സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഒരു രോഗി വന്നു, ഏത് രോഗിക്കാണ് ഏറ്റവും അടിയന്തരമായി ചികിത്സ കൊടുക്കേണ്ടത്? ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെ നമ്മൾ ഏറ്റവും ആദ്യം ചികിത്സ കൊടുക്കണം. അതിനുശേഷം അത് റെഡ് കാറ്റഗറിയാണ്. അത് കഴിഞ്ഞ് ഗുരുതരമല്ലാത്തത് ഒരു യെല്ലോ കാറ്റഗറി. ഗ്രീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് OP കേസ് മതി. അങ്ങനെ തരം തിരിക്കാൻ വേണ്ടി ഒരു ട്രയാജ് സംവിധാനം ഇവിടുത്തെ മിക്കവാറും നമ്മുടെ ജനറൽ ആശുപത്രിയിൽ ഉണ്ടാവും. ഒരുപക്ഷെ വിരലിൽ എണ്ണാവുന്ന ആശുപത്രിയിൽ ഒഴികെ മറ്റെവിടെയും തന്നെ ഈ ട്രയാജ് സിസ്റ്റം നടപ്പിലായിട്ടില്ല. അതിൻ്റെ ഒപ്പം നമുക്കറിയാം, ഇവിടെ ഒരു CM മാത്രമാണ് ഉച്ചരിഞ്ഞ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഡ്യൂട്ടിയിലുള്ളത്. ആ ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള OP കേസുകൾ നോക്കണം, അടിയന്തരമായി വരുന്ന കേസുകൾ നോക്കണം. അതിൻ്റെ ഒപ്പം പോലീസ് കൊണ്ടിരുന്ന കേസുകൾ, മുറിവുമായും ആക്സിഡൻ്റായി വരുന്ന മെഡിക്കൽ ലീഗൽ കേസുകൾ, മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നതിൻ്റെ പേരിൽ വരുന്ന ഡ്രങ്കൺനെസ് സർട്ടിഫിക്കറ്റ്, ഈ ഓരോ സർട്ടിഫിക്കറ്റും കൃത്യമായി എഴുതാൻ ഈ ഡോക്ടർമാർ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും പിശകുണ്ടായാൽ കോടതിയിൽ പോകുമ്പോൾ അവിടെ നമ്മൾ നിർത്തിപ്പൊരിക്കും, ഈ ഡോക്ടർ എന്തുകൊണ്ട് അത് എഴുതിയില്ല, ഇത് എഴുതിയില്ല, ഇത് എഴുതി വ്യക്തമല്ലല്ലോ എന്ന് പറഞ്ഞു.
ഇത്രയും കടുത്ത സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, നേരത്തെ ഡോക്ടർ ജോസിനെ പറഞ്ഞതുപോലെ